വാർത്തയിലേക്ക് വിശദമായി. കൊല്ലം ചാത്തന്നൂരിൽ ഭക്ഷ്യവിഷബാധ 11 പേരെ ചാത്തന്നൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ പ്രവേശിപ്പിച്ചു. വയറിളക്കവും ഛർദിയും ബാധിച്ച് 25ഓളം പേർ വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടിയതായാണ് വിവരം. കുടുംബശ്രീയുടെ വാർഷിക ഫംഗ്ഷന് വേണ്ടി പോയ കുറച്ച് ആൾക്കാർക്ക് ഇന്നലെ വീട്ടിൽ പൊതിയായിട്ട് കൊണ്ടുപോയി അവിടെ വെച്ച് കഴിച്ചപ്പം വയറിന് വേദനയും ഛർദിയും ഡയറിയായിട്ട് വരിക ചെയ്യുന്നു. ഇപ്പോൾ 7 പേര് എത്തിയിട്ടുണ്ട്. വളരെ കാര്യമായ രീതിയിൽ കുഴപ്പങ്ങളൊന്നുമില്ല. ഡീഹൈഡ്രേഷനാണ് മെയിൻ പ്രശ്നം. നമ്മൾ ഫ്ലൂയിഡും കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സ്റ്റേബിളാണ്, കുഴപ്പമൊന്നുമില്ല. ഷാനോസ് ഡേവിഡ് ഉണ്ട് വിവരങ്ങളുമായി. ഷാനോസ്, എങ്ങനെ ഭക്ഷ്യവിഷബാധ ഏറ്റു എന്നാണ് കരുതുന്നത്? ഈ ചികിത്സയിലുള്ളവരുടെ ആരോഗ്യനില എങ്ങനെയാണ്? ചുവട് 2023 എന്ന പേരിൽ കുടുംബശ്രീയുടെ രജത ജൂബിലി ആഘോഷങ്ങളാണ് ഈ ചാത്തന്നൂരിൽ സംഘടിപ്പിച്ചത്. ഇന്നലെ ഏതാണ്ട് ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ വൈകുന്നേരം 6:15 വരെ നീണ്ട പരിപാടിയായിരുന്നു. പരിപാടിക്ക് ശേഷം എല്ലാവർക്കും പാക്കറ്റ് ഫുഡ് അവിടുന്ന് കൊടുത്തിരുന്നു. പൊറോട്ടയും വെജിറ്റബിൾ കറിയും അടങ്ങുന്ന പാക്കറ്റ് ഫുഡാണ് കൊടുത്തത്. ഈ പാക്കറ്റ് ഫുഡ് വീട്ടിൽ കൊണ്ടുപോയി കഴിച്ച ആളുകൾക്കാണ് ഭക്ഷ്യവിഷബാധ ഉണ്ടായിരിക്കുന്നത്. അതാണ് ആദ്യം 8 പേരെ അവിടുത്തെ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ പ്രവേശിപ്പിച്ചു. പിന്നെ 3 പേരെ കൂടെ അവിടെ എത്തിച്ചിട്ടുണ്ട്. 25ഓളം പേർ മറ്റ് ആശുപത്രികളിലും ചികിത്സ തേടി എന്നാണ് വിവരം. എന്നാലും ഈ ആളുകൾക്കൊന്നും ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളില്ല. ഡീഹൈഡ്രേഷനാണ് പ്രധാനപ്പെട്ട പ്രശ്നം. വയറുവേദനയൊക്കെ തുടർന്ന് അല്ലെങ്കിൽ മറ്റാരോഗ്യ പ്രശ്നങ്ങൾ വന്നാണ് പലരും ചികിത്സ തേടിയത്. ചാത്തന്നൂരിലെ ഗണേഷ് ഫാസ്റ്റ് ഫുഡിന്റെ കടയിൽ നിന്നാണ് ഇന്നലെ ഈ ഭക്ഷണപ്പൊതികൾ വാങ്ങിയത്. എന്നാൽ ഈ കടയിൽ ഇപ്പോൾ ആരോഗ്യ വകുപ്പും ഭക്ഷ്യസുരക്ഷാ വിഭാഗവും പരിശോധന നടത്തി വരികയാണ്. ഷാനോസ്, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നോൺ വെജ് ഭക്ഷണം മയോണൈസ് വില്ലനാകുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറഞ്ഞിരുന്നത്. പക്ഷേ ഇവിടെ ഇപ്പോൾ പെട്ടെന്നൊന്നും ചീത്തയാകാത്ത പൊറോട്ടയും വെജിറ്റബിൾ കറിയുമാണ് കഴിച്ചതെന്ന് അറിയുന്നു. എന്താണ് അധികൃതർ പറയുന്നത്? എങ്ങനെ ഭക്ഷ്യവിഷയം ഉണ്ടാകാനുള്ള സാധ്യതയാണുള്ളത്? ആശുപത്രി അധികൃതരിൽ നിന്ന് എന്തെങ്കിലും വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടോ? ആശുപത്രി അധികൃതർ ഈ രോഗികളെ സംബന്ധിച്ച് പറയുന്ന പ്രശ്നമില്ല എന്നാണ് പറയുന്നത്. ആർക്കും ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ കാണുന്നില്ല എന്നതാണ്. എന്നാലും ആരോഗ്യവകുപ്പും ഭക്ഷ്യസുരക്ഷാ വിഭാഗവും അവിടെ പരിശോധന നടത്തി വരികയാണ്. പൊറോട്ടയും വെജിറ്റബിൾ കറിയും എത്രത്തോളം പഴക്കമുള്ളതാണ് എന്നതിനെ സംബന്ധിച്ച് പരിശോധന നടത്തിയെങ്കിൽ മാത്രമേ അത് അറിയത്തുള്ളൂ. കാരണം വെജിറ്റബിൾ കറി ആയതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ ഭക്ഷ്യവിഷബാധ ഉണ്ടാവില്ല എന്ന് നമുക്ക് തീർത്ത് പറയാൻ കഴിയില്ല. അതുകൊണ്ട് ഇത് എത്രത്തോളം പഴക്കമുള്ള ഫുഡാണ് അടക്കമുള്ള കാര്യങ്ങൾ പരിശോധന ഫലം പറയണം. വന്നാൽ ശേഷമേ അതിന് കൃത്യമായ വിവരങ്ങൾ പങ്കുവെക്കാനാവും. ശരി. ഇടുക്കിയിൽ വീണ്ടും അരിക്കൊമ്പന്റെ ആക്രമണം. ബിയൽറാമിൽ വീടും പന്നിയാറിൽ റേഷൻ കടയും തകർത്തു. തുടർച്ചയായ ആക്രമണങ്ങളിൽ പ്രതിഷേധിച്ച് നാട്ടുകാർ ബോഡിമെട്ടിന് സമീപം ദേശീയപാത ഉപരോധിച്ചു. പ്രശ്നം പരിഹരിക്കാൻ 31-ന് വനം വകുപ്പ് മന്ത്രിയുടെ അധ്യക്ഷതയിൽ ചർച്ച നടക്കും. ശാന്തൻപാറ, ചിന്നക്കനാൽ പഞ്ചായത്തുകളിൽ കാട്ടാനാക്രമണം പതിവാകുകയാണ്. ഇന്ന് പുലർച്ചെ 2 മണിയോടെയാണ് ബിയൽറാം സ്വദേശി കുന്നിൽ ബെന്നിയുടെ വീടിന് നേരെ ആക്രമണമുണ്ടായത്. ബെന്നിയും ഭാര്യയും അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത്. പരിക്കേറ്റ ബെന്നി ചികിത്സയിലാണ്. വീട് ഭാഗികമായി തകർന്നു. ശബ്ദം കേട്ടെത്തിയ നാട്ടുകാർ ബഹളം വെച്ച് ആനയെ ഓടിക്കുകയായിരുന്നു. ഇതോടെ ഇവിടെ നിന്നും പിൻവാങ്ങിയ ആന പന്നിയാർ ഭാഗത്തേക്ക് എത്തുകയും റേഷൻ കട തകർക്കുകയും ചെയ്തു. ഏതാനും ദിവസങ്ങൾക്കിടെ 4ാം തവണയാണ് അരിക്കൊമ്പൻ ഇതേ റേഷൻ കട തകർക്കുന്നത്. കാട്ടാനാക്രമണം പതിവായതോടെ ജീവിക്കാനാകുന്നില്ലെന്ന പരാതിയുമായാണ് നാട്ടുകാർ ബോഡിമെട്ടിന് സമീപം ദേശീയപാത ഉപരോധിച്ചത്. 60-65 வருஷ காலமா இங்கெல்லாம் கொடி இருக்கிறோம். என்ன அப்பமெல்லாம் இந்த ஆணையெல்லாம் இல்ல. இப்ப எங்க இருந்தா கொண்டு வந்து நீங்க விட்டு எங்க புல்லா குட்டி எல்லாமே சாகுற அளவுக்கு இருக்கு. நீங்க காப்பாற்ற முடியுமா? முடியாதா? காப்பாற்ற முடியலன்னா நாங்க அது வரைக்கும் போராட்டம் பண்ணுவோம். நைட் எல்லாம் ஒரு பட்டு வரங்கள ஆறு எல்லாரும் ரோட்ல தான் இருக்கா. பச்சை கொலையில இருந்து பால் வாங்குற கூட வெளியில போக முடியல. அவ்வளவு ஆனந்தம். பகல்ல காட்டுகளுக்குள்ள போக முடியல. பயங்கரமான பிரச்சனை. அதனால இது கவர்மெண்ட் ஏதாவது ஒரு தீர்மானம் எடுத்தா மட்டும்தான் நாங்க இந்த വാപസ് വാങ്ങുவோം. ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സമരത്തിൽ പങ്കെടുത്തു. അന്തർ സംസ്ഥാന പാതയിലെ ഗതാഗതം മണിക്കൂറുകളോളം തടസ്സപ്പെട്ടു. അപകടകാരികളായ അരിക്കൊമ്പൻ, ചില്ലിക്കൊമ്പൻ, ചക്കക്കൊമ്പൻ എന്നീ ആനകളെ ജനവാസ മേഖലയിൽ നിന്നും തുരത്താൻ നടപടിയുണ്ടാവണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കഴിഞ്ഞ ദിവസം പന്നിയാറിൽ ഫോറസ്റ്റ് വാച്ചർ ആനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. ന്യൂസ് 18 ഇടുക്കി. സംസ്ഥാനത്ത് വിവിധ അപകടങ്ങളിലായി 3 പേർ മരിച്ചു. മരിച്ചവരിൽ 2 കുട്ടികളും ഉൾപ്പെടുന്നു. പത്തനംതിട്ടയിൽ ബസ്സിലേക്ക് ലോറി ഇടിച്ച് നിരവധി പേർക്ക് പരിക്കേറ്റു. കൊട്ടാരക്കരയിൽ ജീപ്പ് നിയന്ത്രണം വിട്ടുമറിഞ്ഞ് 10 വയസ്സുകാരി നിവേദ മരിച്ചു. ഇടുക്കിയിൽ നിന്നുള്ള 9 അംഗ കുടുംബം നാഗർകോവിലിൽ നിന്ന് തിരികെ വരുമ്പോഴായിരുന്നു അപകടം. ജീപ്പിലുണ്ടായിരുന്ന മറ്റുള്ളവർ പരിക്കേറ്റ് ആശുപത്രിയിലാണ്.
തിരുവനന്തപുരത്ത് മേലാറ്റുമൂഴിയിൽ ഓട്ടോറിക്ഷ മറിഞ്ഞ് 7 വയസ്സുകാരൻ അഭിനവ് മരിച്ചു. ഗുരുതരമായി പരിക്കേറ്റ 2 പേരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കോട്ടയം പാലാ ബൈപ്പാസ് റോഡിൽ ബൈക്ക് നിയന്ത്രണം വിട്ട് പോസ്റ്റിലിടിച്ച് യുവാവ് മരിച്ചു. 12ാം മൈൽ മറ്റത്തിൽ നിഖിൽ കുമാറാണ് മരിച്ചത്. പത്തനംതിട്ട കൈപ്പട്ടൂരിൽ ബസ് ലോറിയിലേക്കിടിച്ച് നിരവധി പേർക്ക് പരിക്കേറ്റു. ഒരാളുടെ നില ഗുരുതരമാണ്. പാലക്കാട് തൃത്താല കൂനമൂച്ചിയിൽ കാർ നിയന്ത്രണം വിട്ട് നിർത്തിയിരുന്ന ഓട്ടോറിക്ഷയെ ഇടിച്ചു തകർത്തു. കൂനമൂച്ചി സ്വദേശിയായ സിറാത്ത് മാനുവിന് ഗുരുതരമായി പരിക്കേറ്റു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. കൊട്ടാരക്കര ചീരങ്കാവിൽ കാർ തലകീഴായി താഴ്ചയിലേക്ക് മറിഞ്ഞു. കാറിലുണ്ടായിരുന്നവർ നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. കൊട്ടാരക്കരയിൽ നിന്നും കുണ്ടറ ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാറാണ് നിയന്ത്രണം വിട്ട് മറിഞ്ഞത്. 2 പേരായിരുന്നു കാറിലുണ്ടായിരുന്നത്. തൃശൂർ കാട്ടൂരിൽ 1.5 വയസ്സുള്ള കുഞ്ഞ് ബക്കറ്റിലെ വെള്ളത്തിൽ വീണ് മരിച്ചു. കാട്ടൂർ പൊഞ്ചനം സ്വദേശി കുറ്റിക്കാടൻ ജോർജിന്റെ മകൾ എൽസ മരിയയാണ് മരിച്ചത്. വ്യാഴാഴ്ച രാത്രിയാണ് അപകടം നടന്നത്. ജോർജിന് ഒരേ പ്രായത്തിലുള്ള 3 മക്കളാണുള്ളത്. ഇതിലെ ഏക പെൺകുട്ടിയാണ് മരിച്ചത്. കുട്ടിയെ കാണാതായതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് കുളിമുറിയിലെ ബക്കറ്റിൽ വീണ നിലയിൽ കണ്ടെത്തിയത്. ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. എടവണ്ണ കൊയിലാണ്ടി സംസ്ഥാന പാതയിൽ അപകടം പതിവാകുന്നു. മുക്കം ഓടത്തെരുവിലാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി അപകടങ്ങൾ തുടർക്കഥയാകുന്നത്. എടവണ്ണ കൊയിലാണ്ടി സംസ്ഥാന പാതയിലെ മുക്കം ഓടത്തെരുവിലാണ് അപകടങ്ങൾ പതിവാകുന്നത്. കഴിഞ്ഞ ദിവസവും കാർ ലോറിയുടെ പിന്നിലിടിച്ച് അപകടമുണ്ടായി. അപകടത്തിൽ കാർ പൂർണ്ണമായും തകർത്തുവെങ്കിലും യാത്രക്കാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. എന്നാൽ 2 ദിവസം മുൻപാണ് ഓടത്തെരുവിൽ നിന്ന് ബൈക്കിടിച്ച് ഗുരുതര പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന എംപാനൽ ഷൂട്ടറും മുക്കം കച്ചേരി സ്വദേശിയുമായിരുന്ന കുട്ടി മരിച്ചത്. നിരവധി വളവുകളുള്ള റോഡിലൂടെ അമിത വേഗതയിൽ വാഹനങ്ങൾ കടന്നുവരുന്നതും ഓവർടേക്ക് ചെയ്യാൻ ശ്രമിക്കുന്നതുമാണ് അപകടങ്ങൾ ഉണ്ടാക്കുന്നതെന്നാണ് നാട്ടുകാർ പറയുന്നത്. എടവണ്ണ കൊയിലാണ്ടി ദേശീയപാതയുടെ നവീകരണം തുടങ്ങിയതിന് ശേഷം ഫുള്ള് അപകടമാണ്. ഒന്നാമത്തെ ഈ ഓടത്തൊരു വളവിൽ റോഡ് നല്ല കണ്ടീഷൻ ആയതുകൊണ്ട് ഇപ്പം വാഹനങ്ങൾ യാതൊരു നിയന്ത്രണമില്ല. ഓവർടേക്കാണ് മെയിൻ ഇതിന്റെ കാരണം. നേരത്തെ അപകട മുന്നറിയിപ്പുള്ള സിഗ്നൽ ലൈറ്റ് ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ പ്രവർത്തിക്കുന്നില്ല. കാൽനട യാത്രക്കാർക്ക് റോഡ് മുറിച്ചു കടക്കാനുള്ള സീബ്ര ലൈൻ പോലും ഇവിടെ സ്ഥാപിച്ചിട്ടില്ല എന്നും ആക്ഷേപമുണ്ട്. പലതും അപകടങ്ങൾ തന്നെയാണ്. ചെറുതും വലുതായിട്ട് സ്പീഡ് ജാസ്തിയായിട്ടാണ് വണ്ടികളെല്ലാം അധികവും. വണ്ടി ടിപ്പർ 24 മണിക്കൂറും വണ്ടികൾ തന്നെയാണ്. ഒരു സ്പീഡിനെ പറ്റി എന്തെങ്കിലും ഒരു ഇത് ചെയ്യാനാവുമെങ്കിൽ ഏറ്റവും നല്ലത്. ഇനി വാഹനങ്ങളുടെ വേഗത കുറയ്ക്കുവാനും വളവുകളിലെ ഓവർടേക്കിംഗ് നിർത്തലാക്കാനും ശക്തമായ നടപടി വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് 18 മുക്കം. പട്ടാമ്പിയിലെ 6 വ്യാപാര സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് മോഷണം. പ്രതിയുടെ ദൃശ്യങ്ങൾ CCTVയിൽ പതിഞ്ഞിട്ടുണ്ട്. ആഴ്ചകൾക്ക് മുൻപ് കൊപ്പം പ്രദേശത്ത് വ്യാപകമായി മോഷണം നടന്നിരുന്നു. മേലെ പട്ടാമ്പിയിലെ 6 വ്യാപാര സ്ഥാപനങ്ങളിലാണ് മോഷണവും മോഷണശ്രമങ്ങളും നടന്നത്. രാവിലെ സ്ഥാപനങ്ങൾ തുറക്കാൻ വ്യാപാരികൾ എത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത്. സ്ഥാപനത്തിലെ CCTVയിൽ മോഷ്ടാവിന്റെ ദൃശ്യങ്ങളും പതിഞ്ഞിട്ടുണ്ട്. ഇതു കേന്ദ്രീകരിച്ചാണ് പോലീസ് അന്വേഷണം തുടങ്ങിയിരിക്കുന്നത്. പുലർച്ചെയാണ് മോഷണം നടന്നതെന്ന് CCTV ക്യാമറയിൽ നിന്നും വ്യക്തമായിട്ടുണ്ട്. ഒരാളാണ് അകത്ത് കടന്നിരിക്കുന്നത്. സ്ഥാപനങ്ങളുടെ പൂട്ടുകൾ തകർത്താണ് അകത്ത് കയറിയിരിക്കുന്നത്. ഇതിൽ GK സ്പോർട്സ് കടയുടെ മുൻവശത്തെ ഗ്ലാസ് അടിച്ചു തകർത്തിട്ടുണ്ട്. ഒരു സ്ഥാപനത്തിൽ നിന്നും 400 രൂപ മാത്രമാണ് മോഷ്ടിച്ചത്. ബേക്കറി, പർദ ഹൌസ്, സ്പോർട്സ് സാധനങ്ങൾ വിൽക്കുന്ന കടകൾ തുടങ്ങിയവയിലാണ് മോഷണശ്രമം നടന്നിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച കൊപ്പത്ത് പൂട്ടിക്കിടന്നിരുന്ന 4 വീടുകളിൽ സമാന സംഭവമുണ്ടായി. ഇതിൽ ഒരു വീട്ടിൽ നിന്ന് 25 പവൻ സ്വർണ്ണാഭരണവും പണവും നഷ്ടപ്പെട്ടിരുന്നു. കൊപ്പത്തിനു പുറമെ പട്ടാമ്പി മേഖലയിലെ മോഷണശ്രമങ്ങൾ തുടർച്ചയാകുന്നതോടെ വലിയ ഭീതിയിലാണ് നാട്ടുകാർ. ന്യൂസ് 18 പട്ടാമ്പി. പന്തളം KSRTC ബസ് സ്റ്റാൻഡിന് സമീപമുള്ള മാവിൽ കൂടുകൂട്ടിയ പക്ഷികളെ കൊണ്ട് വലഞ്ഞ നാട്ടുകാരുടെ രക്ഷയ്ക്കായി വല വിരിച്ച് നഗരസഭ. പക്ഷിക്കാഷ്ടം തലയിൽ വീണ് പൊറുതിമുട്ടിയ നാട്ടുകാരുടെയും വഴി യാത്രക്കാരുടെയും പരാതിയെ തുടർന്നാണ് നടപടി. പന്തളം നഗരത്തിലെത്തുന്ന വഴിയാത്രക്കാരുടെയും വ്യാപാരികളുടെയും തലയിൽ പക്ഷിക്കാഷ്ടം വീഴുന്നത് പതിവായതോടെയാണ് നടപടി. പക്ഷികൾ കൂട്ടമായെത്തുന്ന മരത്തിൽ നഗരസഭയുടെ നേതൃത്വത്തിൽ വല വിരിച്ചാണ് സംരക്ഷണമൊരുക്കിയത്. ജൈവവൈവിധ്യ ബോർഡിൽ നിന്ന് ലഭിച്ച 2 ലക്ഷത്തിലധികം രൂപ വിനിയോഗിച്ചാണ് മാവിൽ വല വിരിച്ചത്. അപ്പോൾ ഇതിൻ്റെ കാഷ്ടം വളരെ ചെറിയ രീതിയിലല്ല, വളരെ തോതിൽ ശരീരത്തേക്ക് വീഴുമ്പോൾ ചൊറിച്ചിൽ ഉണ്ടാകുന്നു. അതുപോലെ ഇവിടുത്തെ സമീപവാസികളുടെ വീടുകളിലെ കിണറ്റിൽ വീണിട്ട് കുടിവെള്ളം പോലും ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയായിരിക്കുകയാണ്.
ഇത് കണ്ടുകൊണ്ടാണ് നഗരസഭയുടെ ഭരണസമിതി ഇങ്ങനെ ഒരു അടിയന്തര തീരുമാനം എടുക്കുകയും ഇതിനെ വലയിടുവാൻ തീരുമാനിച്ചത്. കാൽനട യാത്രക്കാരാണ് ഏറെ ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്നത്. സ്കൂളിൽ പോകുന്ന പിള്ളേരുടെ ദേഹത്തോട്ട് ഈ കിളികളൊക്കെ തൂരി കഴിഞ്ഞാൽ അവർക്ക് കരഞ്ഞുകൊണ്ട് നമ്മൾ എടുത്ത് വന്നിട്ട് നമ്മൾ വെള്ളവും കുപ്പിക്കകത്ത് വെള്ളം കൊടുത്ത് അവരെ ഡ്രസ്സൊക്കെ കഴുകി അവർ പോകുന്നത്. മരം മുറിച്ചു മാറ്റാൻ നഗരസഭ ആദ്യം തീരുമാനിച്ചുവെങ്കിലും പരിസ്ഥിതി പ്രവർത്തകരുടെ എതിർപ്പിനെ തുടർന്ന് 100 വർഷം പഴക്കമുള്ള മാവുമരം മുറിച്ചു മാറ്റാതെയാണ് പരിഹാരം കണ്ടെത്തിയത്. ന്യൂസ് 18 പത്തനംതിട്ട. തൊടുപുഴയാറ്റിൽ ജലനിരപ്പ് താഴ്ന്നതോടെ മീൻപിടുത്തക്കാർക്ക് ചാകരയായി. വള്ളവും വലയും ചൂണ്ടയും ഉപയോഗിച്ചുള്ള മീൻപിടുത്തത്തിന് പുറമെ ടയർ ട്യൂബും കുട്ടവഞ്ചിയുമായും മീൻപിടുത്തക്കാർ പുഴയിൽ സജീവമായി. മലങ്കര പവർ ഹൌസിനോട് ചേർന്ന് നടക്കുന്ന നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നീരൊഴുക്ക് നിയന്ത്രിച്ചതാണ് ചാകരയ്ക്ക് കാരണം. കഴിഞ്ഞ 2 ദിവസങ്ങളായി തൊടുപുഴക്കാർക്ക് അപ്രതീക്ഷിത ചാകരയാണ്. സദാസമയവും നിറഞ്ഞൊഴുകുന്ന തൊടുപുഴയാറ്റിൽ അപ്രതീക്ഷിതമായി ജലനിരപ്പ് താഴ്ന്നതാണ് പ്രദേശവാസികൾക്ക് മീൻ പിടിക്കാൻ സൗകര്യമായത്. പലരും രാവിലെ മുതൽ വള്ളവും വലയും ചൂണ്ടയുമൊക്കെയായി മീൻപിടുത്തം തുടങ്ങിയിരുന്നു. ഇവയൊന്നുമില്ലാത്തവർ ടയർ ട്യൂബും കുട്ടവഞ്ചിയുമായി രംഗത്തെത്തി. ഇൻവെർട്ടറുമായി ഇലക്ട്രിക് മീൻപിടുത്തം നടത്തിയ ബിരുദന്മാരും ഇക്കൂട്ടത്തിലുണ്ട്. വലയിൽ കുടുങ്ങിയവയിൽ ഏറെയും കൂരൽ, മനഞ്ഞിൽ, ആരോൻ, വരാൽ എന്നിവ. പലരും രാവിലെ മുതൽ തുടങ്ങിയ മീൻപിടുത്തം വൈകിട്ട് വരെ തുടർന്നു. സ്ഥിരം മീൻപിടുത്തക്കാർക്ക് വെള്ളം വറ്റിയത് ഇരട്ടി നേട്ടമായി. മലങ്കര പവർ ഹൌസിന് സമീപം നടക്കുന്ന നിർമ്മാണ പ്രവർത്തികളുടെ ഭാഗമായാണ് തൊടുപുഴയാറ്റിലേക്കുള്ള നീരൊഴുക്ക് പകൽ സമയത്ത് നിയന്ത്രിച്ചത്. പണി തീരുന്നതുവരെ ജലനിരപ്പ് കുറച്ചു നിർത്തുമെന്നതിനാൽ വരും ദിവസങ്ങളിലും ചാകര തുടരുമെന്നാണ് തൊടുപുഴക്കാരുടെ പ്രതീക്ഷ. ന്യൂസ് 18 ഇടുക്കി. വാർത്തകൾ തുടരുന്നു. ബഫർ സോൺ ഇഞ്ചി ഇവിടെ വിൽക്കപ്പെടും. ഇടുക്കി കുമിളിയിലുള്ള പച്ചക്കറി കടയിൽ കെട്ടിത്തൂക്കിയ ഈ ബോർഡ് കാണുമ്പോൾ ചെറിയൊരു അമ്പരപ്പുണ്ടാകുമെങ്കിലും സംഗതി ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ്. കുമളിയിൽ പച്ചക്കറി നടത്തുന്ന ജോമോനാണ് താൻ ഉൾപ്പെടുന്ന നാട്ടുകാർ നേരിടുന്ന കരുതൽ മേഖലാ പ്രതിസന്ധി കച്ചവടത്തിനുള്ള പരസ്യവാചകമാക്കിയത്. കുമളിയിൽ പച്ചക്കറി കടയിൽ സ്ലീറ്റിലെഴുതി തൂക്കിയ ബോർഡ് കടയിൽ സാധനം വാങ്ങാനെത്തിയ ആരോ ആണ് സമൂഹമാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തത്. ആളുകൾ ഷെയർ ചെയ്തതോടെ ജോമോന്റെ കടയും വൈറലായി. ബഫർ സോണിലെ ഇഞ്ചിക്കൊപ്പം ചേനയും ചേമ്പും കാച്ചിലുമൊക്കെ ഇത്തരത്തിലുള്ള ബോർഡുകളിൽ ഇടം പിടിച്ചിട്ടുണ്ട്. നമ്മളൊക്കെ ഇപ്പോൾ വലിയ കമ്പനിക്കാരൊക്കെ പരസ്യം ചെയ്യുന്നവർക്ക് പരസ്യം ചെയ്യണമെങ്കിൽ 1 ലക്ഷവും ലക്ഷക്കണക്കിന് രൂപ വേണം. നമ്മൾ വെറുതെ സ്ലൈറ്റ് എഴുതിയിട്ട് അത് വൈറലായി അങ്ങനെ എഴുതിയിട്ടാണ്. ബഫർ സോണിൻ്റെ ഇപ്പോൾ അതിൻ്റെ ഒരു ട്രെൻഡ് ആയതുകൊണ്ട് ആ പേരങ്ങനെ എഴുതിയിട്ട്. ഇടതുപക്ഷ സർക്കാരിന്റെ എല്ലാം ശരിയാകുമെന്ന പ്രഖ്യാപനം പോലും കടയിലെ സ്ട്രീറ്റിലുണ്ട്. ചീര കഴിക്കൂ, എല്ലാം ശരിയാകും. ടമാർ പടാർ പപ്പടം, ഇടിവെട്ട് നാടൻ തക്കാളി, BIS ഹോൾമാർക്കുള്ള ക്യാരറ്റ്, ദൈവത്തെ ഓർത്ത് ഇനി വരുമ്പോൾ ഒരു സഞ്ചി കൂടി കൊണ്ടുവരൂ എന്നിങ്ങനെ നീളുന്നു ജോമോന്റെ പരസ്യങ്ങൾ. 30 വർഷത്തോളമായി പച്ചക്കറി വ്യാപാര മേഖലയിലുണ്ടെങ്കിലും കഴിഞ്ഞ 3 വർഷമായിട്ടാണ് ഇത്തരത്തിൽ കൗതുകമുണർത്തുന്ന ബോർഡുകൾ ജോമോൻ എഴുതി തുടങ്ങിയത്. ന്യൂസ് 18 ഇടുക്കി. യാത്രാവേളയിൽ സ്ത്രീ സുരക്ഷ ഉറപ്പാക്കാൻ വിഭാവനം ചെയ്ത കാസർഗോഡ് ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്തിന്റെ ഷീ ലോഞ്ച് പദ്ധതി നോക്കുകുത്തിയായി. ഉദ്ഘാടനം ചെയ്ത് 3 വർഷം കഴിഞ്ഞിട്ടും ഷീ ലോഞ്ച് പ്രവർത്തന സജ്ജമായില്ല. ജില്ലയിലെ ആദ്യത്തെ സ്ത്രീ സൗഹൃദ വിശ്രമ കേന്ദ്രത്തിന്റെ ഇന്നത്തെ അവസ്ഥ ദയനീയമാണ്. ചെറുവത്തൂർ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ 2018-19 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച സ്ത്രീകളുടെ വിശ്രമ കേന്ദ്രത്തിന്റെ അവസ്ഥയാണിത്. ആരെങ്കിലും ഇതിനകത്ത് കയറിയിട്ട് പോലും മാസങ്ങളായി. വിശ്രമ കേന്ദ്രം വൃത്തിയാക്കി സൂക്ഷിക്കാൻ പോലും അധികൃതർ തയ്യാറാകുന്നില്ലെന്നാണ് പരാതി. ദീർഘദൂര യാത്ര കഴിഞ്ഞ് ബസ് സ്റ്റാൻഡിലോ റെയിൽവേ സ്റ്റേഷനിലോ എത്തിപ്പെടുന്ന സ്ത്രീകൾക്കായാണ് സൗകര്യമൊരുക്കിയത്. സുരക്ഷിതമായ വിശ്രമ സൗകര്യം, മുലയൂട്ടാനുള്ള സൗകര്യം, ശുചിമുറികൾ എന്നിവയാണ് ഷീ ലോഞ്ചിൽ ഒരുക്കിയിട്ടുള്ളത്. ഇതിന്റെ നടത്തിപ്പിനായി നിയമനവും നടത്തി. എന്നാൽ കോവിഡ് സമയത്ത് പൂട്ടിക്കിടന്ന വിശ്രമ കേന്ദ്രം പിന്നീട് തുറന്നു പ്രവർത്തിപ്പിക്കാൻ പഞ്ചായത്ത് അധികൃതർ തയ്യാറാകുന്നില്ല. ചെറുവത്തൂർ ടൗൺ എന്ന് പറയുന്നത് വിവിധ മേഖലകളിൽ ഒരുപാട് പഞ്ചായത്തിലെ ജനങ്ങൾക്ക് അല്ലെങ്കിൽ കേന്ദ്രീകരിക്കുന്ന യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരിടം കൂടിയാണ്. ആ സ്ഥിതിയിൽ ഇത് വളരെ അത്യാവശ്യമാണ്. അത് നമ്മൾ പൂട്ടിക്കടന്നു കഴിഞ്ഞാൽ ആ കെട്ടിടത്തിൻ്റെ തന്നെ അവസ്ഥ വളരെ മോശമാവുന്ന രീതിയിലേക്ക് വരും. വിശ്രമ കേന്ദ്രത്തിൽ എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ടും പ്രവർത്തനയോഗ്യമാക്കാത്ത പഞ്ചായത്തിന്റെ നടപടിയിൽ പ്രതിഷേധമുയരുകയാണ്. ന്യൂസ് 18 ചെറുവത്തൂർ. താമരശ്ശേരിയിൽ കോടികൾ ചെലവഴിച്ച് നടത്തുന്ന റോഡ് നവീകരണത്തിലെ അപാകതയ്ക്കെതിരെ വ്യാപക പരാതി. റോഡ് വീതി കൂട്ടാൻ ജനകീയ കൂട്ടായ്മയിൽ ഒഴിപ്പിച്ചെടുത്ത സ്ഥലം ഉപയോഗപ്പെടുത്തുന്നില്ലെന്ന് പരാതി. ഓവുചാലിലെ ഇലക്ട്രിക് പോസ്റ്റ് മാറ്റാതെ ഇരുഭാഗത്തും റോഡ് നവീകരിക്കുന്നതും ആക്ഷേപങ്ങൾക്ക് ഇടയാക്കിയിട്ടുണ്ട്.
കൊയിലാണ്ടി എടവണ്ണ സംസ്ഥാന പാതയുടെ കൊയിലാണ്ടി മുതൽ മുക്കം എരിഞ്ഞിമാവ് വരെയുള്ള 3 റീച്ചിന്റെ നവീകരണത്തിന് 222 കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ അനുവദിച്ചത്. KSTPയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന നവീകരണം പലയിടങ്ങളിലും അശാസ്ത്രീയമാണെന്നാണ് പരാതി. ദേശീയപാതയും സംസ്ഥാന പാതയും സംഗമിക്കുന്ന താമരശ്ശേരി ചുങ്കത്ത് സ്വകാര്യ വ്യക്തികൾ കൈവശപ്പെടുത്തിയ സ്ഥലം റോഡ് നവീകരണത്തിനായി ഒഴിപ്പിച്ചെടുത്തു. എന്നാൽ അവിടെ ഗതാഗതത്തിന് ഉപയോഗിക്കാൻ കഴിയാത്ത രീതിയിൽ തെരുവ് വിളക്കുകൾ സ്ഥാപിച്ചു. പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കാൻ ഉദ്യോഗസ്ഥരില്ലെന്നും പരാതിയുണ്ട്. ഇവിടെ ഇലക്ട്രിക് പോസ്റ്റ് നേരത്തെ ഉണ്ടായിരുന്ന പോസ്റ്റാണ്. ആ പോസ്റ്റ് ഓവുചാലിൽ നിലനിർത്തിക്കൊണ്ടാണ് ഈ ഇരുവശവും ഓവുചാലിൻ്റെ ഇരുവശവും കോൺക്രീറ്റ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ അടയും അതിലൂടെ വെള്ളം ഒഴുകി പോകാതിരിക്കുകയും ചെയ്യുന്ന അവസ്ഥ വരും. ഇത് നോക്കേണ്ട ഉദ്യോഗസ്ഥരുണ്ട്, അതേപോലെ തന്നെ ഈ കരാറുകാരുടെ തന്നെ മേൽനോട്ടക്കാരുണ്ട്. അപ്പോൾ ഇവരെല്ലാം അറിഞ്ഞുകൊണ്ട് ഈ പരസ്യമായിട്ട് ഈ സംസ്ഥാന പാതയുടെ അരികിലാണ് ഇത്തരത്തിൽ വളരെ മോശമായ രൂപത്തിലൊരു പ്രവൃത്തി നടക്കുന്നത്. താമരശ്ശേരി ഫോറസ്റ്റ് ഓഫീസിന് മുന്നിൽ ഉൾപ്പെടെ പലയിടങ്ങളിലും റോഡ് ഉയർത്തുമ്പോൾ ഓവുചാൽ ഉയർത്താതെ ക്വാറി വേസ്റ്റ് ഇറക്കുകയാണെന്നും ആക്ഷേപമുണ്ട്. ഓവുചാലിന്റെ സ്ലാബ് തകർന്നാൽ നീക്കം ചെയ്യാൻ പോലും കഴിയില്ല. ലാഭത്തിനു വേണ്ടി കരാറുകാർ നടത്തുന്ന പ്രവർത്തനത്തിന് അധികൃതർ ഒത്താശ ചെയ്യുന്നുവെന്നാണ് പരാതി. ന്യൂസ് 18 താമരശ്ശേരി. കൊട്ടാരക്കര ചെരൂർ ലൈൻ റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്ന ആവശ്യം ശക്തം. നടപടി ആവശ്യപ്പെട്ട് നാട്ടുകാരുടെ നേതൃത്വത്തിൽ വഴിതടയൽ സമരവും ഒപ്പുശേഖരണവും നടത്തി നഗരസഭാ സെക്രട്ടറിക്ക് നൽകി. 5 വർഷമായി തകർന്നു കിടക്കുന്ന തോട്ടമുക്കിലെ ചെരൂർ റോഡ് നവീകരിക്കണമെന്ന ആവശ്യമാണ് ശക്തമായിരിക്കുന്നത്. നിരവധി തവണ ജനപ്രതിനിധികളോട് റോഡ് നവീകരിച്ച് നൽകണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. ഇതൊരു സ്ഥിരം യാത്രയ്ക്ക് പോകുന്ന വ്യക്തി എന്ന നിലയിൽ, ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ വളരെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയാണ്. നിരവധി അപകടങ്ങൾ ഈ റോഡിൽ കൂടി ഉണ്ടാകുന്നു. അതുകൊണ്ട് നാട്ടുകാരുടെയും പൊതുജനങ്ങളുടെ ആവശ്യം പരിഗണിച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഈ റോഡ് നവീകരിച്ച് ഒരു ബൈപ്പാസ് റോഡാക്കി മാറ്റുന്ന നടപടി സ്വീകരിക്കണമെന്ന് മുനിസിപ്പൽ അധികൃതരോട് അതുപോലെ കൗൺസിലറോടും അഭ്യർത്ഥിക്കുകയാണ്. കൊട്ടാരക്കര OU റോഡ് പ്ലാപ്പള്ളിയിൽ നിന്നും പുലമൺ MC റോഡിലേക്ക് എത്താൻ നാട്ടുകാർ എളുപ്പം ആശ്രയിക്കുന്ന റോഡാണിത്. സഞ്ചാരയോഗ്യമായാൽ 1.5 കിലോമീറ്റർ എളുപ്പത്തിൽ MC റോഡ് എത്താനാകുമെന്ന് നാട്ടുകാർ പറയുന്നു. ഈ റോഡ് നവീകരിക്കണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം. ഇതൊരു ബൈപ്പാസ് റോഡാണ്. പുലമൺ ജംഗ്ഷനിൽ പോകാനുള്ള ഏറ്റവും എളുപ്പമായ റോഡാണ്. ഞങ്ങൾക്ക് ഈ റോഡ് സഞ്ചാരയോഗ്യമാക്കണം. മഴക്കാലമായാൽ വെള്ളക്കെട്ടും അല്ലാത്ത സമയത്ത് പൊടിശല്യത്താലും ദുരിതമനുഭവിക്കുകയാണ് നാട്ടുകാർ. നടപടി ആവശ്യപ്പെട്ട് ചെരൂർ വാസികളുടെ നേതൃത്വത്തിൽ ഒപ്പുശേഖരണം നടത്തി നഗരസഭാ സെക്രട്ടറിക്ക് നൽകി. ന്യൂസ് 18 കൊട്ടാരക്കര. കോഴിക്കോട് കുറ്റ്യാടിയിൽ കനാൽ ശുചീകരിക്കാൻ 50,000-ഓളം പേർ കൈകോർത്തു. കുറ്റ്യാടി ഇറിഗേഷൻ പദ്ധതിയുടെ കനാലുകളാണ് വേനലിന് മുൻപ് ശുചീകരിക്കാൻ കർഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ ഒത്തുചേർന്നത്. ചെളിയും മണ്ണും നിറഞ്ഞും കുറ്റിക്കാടുകൾ വളർന്നും പലയിടത്തും ഒഴുക്കുനിലച്ച കനാലാണ് ശുചീകരണം നടത്തിയത്. കുറ്റ്യാടി ജലസേചന പദ്ധതിയുടെ കനാലുകളും അതിന്റെ കൈവഴികളും ശുചീകരിക്കാനാണ് കർഷക സംഘം പ്രവർത്തകർ ഒത്തുചേർന്നത്. ഇവരോടൊപ്പം ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പ്രവർത്തകർ, തൊഴിലുറപ്പ് തൊഴിലാളികൾ തുടങ്ങിയവരും ചേർന്നപ്പോൾ ശുചീകരണ യജ്ഞം വേഗത്തിലായി. കൃഷിക്ക് ജലം ലഭ്യമാക്കുക, അതുപോലെ തന്നെ ഈ വരൾച്ചയുടെ കാലം ഉൾപ്പെടെ വരാനിരിക്കുന്ന സന്ദർഭത്തിൽ കുടിവെള്ളത്തിനുള്ള ഒരു സ്രോതസ് എന്നുള്ള നിലയിലും കനാൽ ജലത്തെ പ്രയോജനപ്പെടുത്തുന്നതിന് സാധിക്കും. 50 വർഷം പഴക്കമുള്ള കനാൽ നിരവധിയിടങ്ങളിൽ പൊട്ടിപ്പൊളിഞ്ഞിട്ടുണ്ട്. വേനലിൽ വെള്ളം തുറന്നുവിട്ടാൽ പലയിടത്തും എത്താറില്ല. കനാൽ തുറന്നുവിട്ടാൽ വെള്ളം കൃഷിക്കും കിണറുകളിൽ വെള്ളമേറുന്നതിനാൽ കുടിവെള്ളത്തിനും പ്രയോജനപ്പെടാറുണ്ട്. 75 കിലോമീറ്റർ നീളത്തിൽ പ്രധാന കനാലും 150 കിലോമീറ്റർ ഉപകനാലുമാണ് ഇന്ന് വൃത്തിയാക്കിയത്. ശുചീകരണ യജ്ഞത്തിൽ 50,000-ഓളം പേർ പങ്കെടുത്തെന്ന് കർഷക സംഘം പ്രവർത്തകർ അറിയിച്ചു. ന്യൂസ് 18 വടകര. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ സൗജന്യ യോഗ പരിശീലനം ആരംഭിച്ചു. നാഷണൽ ആയുഷ് മിഷന്റെ പദ്ധതിയുടെ ഭാഗമായി ഓങ്ങല്ലൂർ ആയുർവേദ ഡിസ്പെൻസറിയിലാണ് പരിശീലനം ആരംഭിച്ചത്. കൈ പതുക്കെ ഇങ്ങനെ വെച്ചിട്ട് പൊക്കി കൊണ്ടുവരിക. എന്നിട്ട് നമ്മുടെ ഈ കൈ ഷോൾഡറിൻ്റെ ഇടയ്ക്ക് കൈ വെക്കുക. എന്നിട്ട് നന്നായിട്ട് കൈ ഷോൾഡറിൽ വെക്കുക. എന്നിട്ട് നന്നായി ശ്വാസം എടുത്തിട്ട്. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ നാഷണൽ ആയുഷ് മിഷനുമായി സഹകരിച്ചാണ് സൗജന്യ യോഗ പരിശീലനം ആരംഭിച്ചത്. പഞ്ചായത്തിന്റെ കീഴിൽ മരുതൂരിലുള്ള ആയുർവേദ ഡിസ്പെൻസറി ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററായി ഉയർത്തുന്നതിന്റെ ഭാഗമായാണ് നാഷണൽ ആയുഷ് മിഷൻ ആരംഭിക്കുന്ന സൗജന്യ യോഗ പരിശീലനം സംഘടിപ്പിച്ചത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രതി ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. 1 വാടനാകുറിശി, 2 ഓങ്ങല്ലൂർ, 3 ഈ ആയുർവേദ ഹോസ്പിറ്റല്. നമ്മുടെ എല്ലാവർക്കും മാനസികമായിട്ട് പ്രശ്നമുള്ള ആൾക്കാരുണ്ട്, ശാരീരികമായി പ്രശ്നമുള്ള ആൾക്കാരുണ്ട്. അതിനൊക്കെ ഒരു നല്ലൊരു
പ്രവർത്തനമാവും ഈ യോഗ ക്ലാസ്. സൗജന്യ യോഗ പരിശീലനത്തിനായി നിരവധി പേരാണ് ഇപ്പോൾ ഓങ്ങല്ലൂർ ആയുർവേദ ഡിസ്പെൻസറിയിലേക്ക് എത്തുന്നത്. എല്ലാ ദിവസവും യോഗ പരിശീലനമുണ്ടാകും. ന്യൂസ് 18 പട്ടാമ്പി. മഹാത്മാഗാന്ധി സർവകലാശാല യൂണിയൻ നാടകോത്സവം കട്ടപ്പന ഗവൺമെന്റ് കോളേജിൽ നടന്നു. 32 കോളേജുകളിൽ നിന്നായി 35 നാടകങ്ങളാണ് മേളയിൽ അരങ്ങേറിയത്. ധീരോദാത്തം നാടക നായക ലക്ഷണങ്ങളല്ല, ഓർമ്മയിൽ ജ്വലിക്കും ധീരതയാണ് എന്ന ടാഗ്ലൈനോടെയാണ് നാടകോത്സവം അരങ്ങേറിയത്. നാടക കലാകാരൻ മുഹമ്മദ് പേരാമ്പ്ര നാടകമേള ഉദ്ഘാടനം ചെയ്തു. ആദ്യ ദിനം 15 നാടകങ്ങളാണ് അരങ്ങിലെത്തിയത്. വർഗീയത, രാഷ്ട്രീയം, പരിസ്ഥിതി തുടങ്ങിയ ആനുകാലിക പ്രശ്നങ്ങൾ നാടകത്തിന് വിഷയമായി. കട്ടപ്പന ഗവൺമെന്റ് കോളേജിൽ പ്രത്യേകം തയ്യാറാക്കിയ വേദിയിലാണ് നാടകങ്ങൾ അരങ്ങേറിയത്. ന്യൂസ് 18 ഇടുക്കി. കഥകളി അരങ്ങിൽ കൃഷ്ണവേഷത്തിൽ അരങ്ങേറ്റം കുറിച്ച് ഹസനത്ത് മറിയം. കോട്ടയ്ക്കൽ വിശ്വംഭര ക്ഷേത്രത്തിൽ കർണശബദം പുറപ്പാടിലാണ് ഹസനത്ത് അരങ്ങേറ്റം കുറിച്ചത്. ഇരട്ട സഹോദരി ഷഹനത്ത് മറിയം ബലഭദ്രനായി കൂടെ അരങ്ങിലുണ്ടായിരുന്നു. കൃഷ്ണവേഷം കെട്ടി ഹസനത്ത് മറിയം നിറഞ്ഞാടുകയാണ്. കൂടെ ബലഭദ്രന്റെ വേഷത്തിൽ ഇരട്ട സഹോദരി ഷഹനത്ത് ഉണ്ട്. അരങ്ങേറ്റം കണ്ട് ഉള്ളു നിറഞ്ഞ് ഹസൻകുട്ടിയും ഭാര്യ ഷക്കീലയും. രണ്ടു മക്കളും വേഷമണിഞ്ഞ് അരങ്ങിൽ നിറഞ്ഞാടിയത് ഇവർക്ക് സ്വപ്ന സാഫല്യമാണ്. വളരെ സന്തോഷമുണ്ട്. ഇത്ര വലിയ ആരോഗ്യശാലയുടെ എല്ലാ മാനേജ്മെൻറ്റിൻ്റെയും മുന്നിൽ ഇങ്ങനെ അരങ്ങേറാൻ സാധിച്ചതിൽ അവരുടെ സ്വപ്നം പൂവണിഞ്ഞു. ഞങ്ങൾക്കത് വലിയ സന്തോഷമുണ്ട്. ഇനിയും അവരെ ഇതുപോലെ സ്റ്റേജുകളിൽ കിട്ടാൻ ഞങ്ങൾക്ക് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നുണ്ട്. കോട്ടയ്ക്കൽ PSV നാട്യസംഘത്തിലാണ് ഹസനത്തും ഷഹനത്തും കഥകളി അഭ്യസിക്കുന്നത്. ഇതൊരു തുടക്കമാണ്. ഇനിയും ഏറെ ദൂരം പോകാനുണ്ട്. പഠനത്തോടൊപ്പം കഥകളിയെ ഗൗരവത്തോടെ തന്നെ കൊണ്ടുപോകാനാണ് ഈ മിടുക്കുകളുടെ ആഗ്രഹം. ന്യൂസ് 18 മലപ്പുറം. നാട്ടുവർത്തമാനം പൂർണ്ണമാകുന്നു. നമസ്കാരം.